ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഗ്രീൻ. ഇന്ന് നമ്മൾ വാനില കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഓർഡറൊക്കെ കിട്ടുന്ന സമയത്ത് എങ്ങനെ കപ്പ് കേക്ക് റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം. കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് തരിച്ച് വെക്കണം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ബേക്കിംഗ് സോഡ. ഇനി ഇതെല്ലാം കൂടെ 3 പ്രാവശ്യം തരിച്ചെടുത്തൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയ ബൗളിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് 1/4 കപ്പ് ഷുഗർ, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇതിൻ്റെ മൂവിങ് ഒരേ ഡയറക്ഷനിലായിരിക്കണം. ഇനി ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിക്കുന്നത്. മൈദ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഓയിൽ ഒഴിക്കുക. എന്നിട്ട് വീണ്ടും മൈദ ഇട്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഓയിൽ ഒഴിച്ച് ഫോൾഡ് ചെയ്യുക. ഇതുപോലെ 3 പ്രാവശ്യമായിട്ട് ചെയ്യുക. എന്നാൽ ഓയിൽ ഒരുപോലെ എല്ലായിടത്തേക്കും ആയിക്കോളും. ഇത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഫോൾഡ് ആവും വേണം, എന്നാൽ ഓവർ മിക്സിങ് ആവാനും പാടില്ല. ഇനി നമുക്ക് കപ്പ് കേക്ക് ട്രേ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് പേപ്പർ കേക്ക്സ് കപ്സ് വാങ്ങിക്കാൻ കിട്ടും. ഇനി ട്രേയിൽ ലൈനറിൻ്റെ കനം അനുസരിച്ച് 1 or 2 വെച്ച് കൊടുക്കാം. ഒരുമിച്ച് വെക്കാം. ഇതിൽ എക്സ്ട്രാ വെക്കുന്ന കപ്സ് നമുക്ക് അടുത്ത പ്രാവശ്യം കപ്പ് കേക്കിന് എടുക്കാവുന്നതാണ്. ഇനി ബാറ്റർ പൈപ്പിംഗ് ബാഗിലാക്കി മോൾഡിലേക്ക് സ്ക്വീസ് ചെയ്യാം. ഇതുപോലെ മുഴുവനായിട്ടും സ്ക്വീസ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസ് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവൻ 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. 1 കിലോൻ്റെ ബാറ്റർ വെച്ചിട്ട് 15 കപ്പ് കേക്ക്സ് ആണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എനിക്ക് 30 കപ്പ് കേക്ക്സ് ആണ് വേണ്ടത്. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ഇതേ മെഷർമെൻറ്റിൽ വീണ്ടും ബാറ്റർ ഉണ്ടാക്കിയെടുത്ത് മുഴുവനായും ബേക്ക് ചെയ്തെടുക്കുക. നമുക്ക് ഓർഡറൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു മെഷർമെൻറ്റിൽ എത്ര എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. 1 കപ്പ് ക്രീം വിപ്പ് ചെയ്തെടുത്ത് 3 ബൗളിലാക്കി ഇതിലേക്ക് കളർ ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. 3 കളർ ക്രീമും ഐസിങ് ബാഗിലാക്കി ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇതുപോലെ ലൈനിട്ട് കൊടുത്ത് ഒന്ന് റോൾ ചെയ്തെടുത്ത് ഇനി ഈ റോൾ നോസിലിട്ട ഐസിങ് ബാഗിലാക്കി ഇനി കപ്പ് കേക്ക്സിന് മുകളിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ കപ്പ് കേക്ക്സ് മുഴുവനായും ഡിസൈൻ ചെയ്തെടുക്കാം. കപ്പ് കേക്ക്സിന് ഓർഡർ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.